എക്സാമിനേഷനിൽ ഏറ്റവും നല്ല വിജയം നമ്മൾ നേടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ ധാരാളം പഠിക്കാറുണ്ട്, പഠിക്കുമെന്ന് പറയാറുമുണ്ട്. പക്ഷെ വിട്ടുപോകുന്ന ഒരു 3 കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ടതും. അതിലൊന്നാമത്തത് സ്ലീപ്പിംഗ്, ഉറക്കമാണ്. രണ്ടാമത്തത് ഭക്ഷണത്തെക്കുറിച്ചുള്ള ക്രമീകരണങ്ങളാണ്. മൂന്നാമത്തത് വ്യായാമമാണ്. ഈ 3 കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയെ ഏറ്റവും വലിയ വിജയം നേടിക്കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉറങ്ങുക എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ പോരാ. ഏറ്റവും നല്ല ഉറക്കം ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കണമെങ്കിൽ കൃത്യസമയം തന്നെ കീപ്പ് ചെയ്യുക. ഓൾവേസ് കീപ്പ് സെയിം ടൈം ഫോർ സ്ലീപ്പിംഗ്. അതിനോടൊപ്പം ആ ഉറക്കത്തിനൊരു ഷെഡ്യൂൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 18 അവേഴ്സ് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. ഒരു 11 to 5 ആണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ ബാക്കിയുള്ള സമയത്തെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പ്ലാൻ ചെയ്യണം. എപ്പോഴാണ് പഠിക്കേണ്ടത്, എപ്പോഴാണ് റിവിഷൻ ചെയ്യേണ്ടത്, മോഡൽ എക്സാമിനേഷൻ എപ്പോഴാണ് എഴുതേണ്ടത്, നമ്മുടെ സംശയങ്ങൾ എപ്പോഴാണ് തീർക്കേണ്ടത്, ഇതിനെല്ലാം കൃത്യമായൊരു ഷെഡ്യൂൾ വേണം. രണ്ടാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത്, പഠനത്തിൽ കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ വ്യായാമം ഏറ്റവും പ്രാധാന്യമാണ്. വ്യായാമം എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള വ്യായാമവും വേണം, മെൻ്റലി ഉള്ള വ്യായാമവും വേണം. ഫിസിക്കൽ എക്സസൈസ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഒരു 30 to 45 മിനിറ്റ്സ് നടക്കാനോ കളിക്കാനോ ഓടാനോ ഒക്കെ നമ്മൾ മാറ്റിവെക്കണം. രണ്ടാമതായിട്ട് വരുന്നത് മെൻ്റൽ എക്സസൈസ് ആണ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്നെക്കൊണ്ടെല്ലാം സാധിക്കും, ഞാൻ ഏറ്റവും നല്ല വിജയം നേടും എന്നൊരു കോൺഫിഡൻസ് വിദ്യാർത്ഥിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു 10 to 15 മിനിറ്റ്സ് പ്രയറിന് വേണ്ടിയിട്ടും മെഡിറ്റേഷന് വേണ്ടിയിട്ടും നമ്മൾ മാറ്റിവെക്കണം. ആ മെഡിറ്റേഷനിൽ 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഫർമേഷൻസ് നമ്മുടെ ഉള്ളിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. I am the best, I can do it, God is always with me, today is my day, I will achieve first rank in main examination. ഇതേപോലുള്ള പോസിറ്റീവ് അഫർമേഷൻസ് നമ്മുടെ മൈൻഡിൽ ഫില്ല് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് ട്രെയിനിങ് കൊടുക്കണം. ഇതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള അടുത്തതാണ് നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ച് നാം ക്രമീകരിക്കണം. നമ്മളൊരു എക്സാമിനേഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ വെള്ളം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഒരു വിദ്യാർത്ഥി ഒരു 1 hour പഠിക്കണമെങ്കിൽ ആ സമയത്ത് 1 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. ഇതിനോടൊപ്പം നല്ല ഫുഡുകളും കഴിക്കണം. ജങ്ക് ഫുഡുകളൊക്കെ മാക്സിമം ഒഴിവാക്കണം. നല്ല ഫുഡെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കണ്ടൻറ്റുകളുള്ള, ഒമേഗ 3 കണ്ടൻറ്റുകളുള്ള, വൈറ്റമിൻ സി കണ്ടൻറ്റുകളുള്ള ഇതേപോലുള്ള നല്ല ഭക്ഷണങ്ങൾ കൃത്യമായ ഇടവേളകളിൽ നാം കഴിക്കുകയും വേണം. ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനോടൊപ്പം ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ല വിജയം നേടാനുള്ള മെൻ്റൽ എബിലിറ്റിയും ഫിസിക്കൽ എബിലിറ്റിയും ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവുകയും അത് പരീക്ഷകളിൽ മിന്നും വിജയം നേടാൻ അവരെ സഹായിക്കുകയും ചെയ്യും. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.